ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ.
വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിൻ ഇതി നാമിനേ. നമ ആചാര്യപാദായ നിതായ കൃപാപ്രദായിനേ ഗൗരഗദാദാമദായ നഗരഗ്രാമധാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദേ പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് കൃഷ്ണഭക്തിയിലേക്ക് അല്ലേ പൂന്താനം പറയില്ലേ, എത്ര ജന്മം മരങ്ങളായി തീർന്നതും അല്ലേ. ഓരോ ജന്മത്തിൽ ഓരോന്നായിട്ട് കൃമിയായിട്ട് പുഴുവായിട്ട് പശുവായിട്ട് അല്ലേ, ദേവനായിട്ട് ഗന്ധർവനായിട്ട് പാമ്പായിട്ട് അതുപോലെ പല പല ക്രിമിനലായിട്ടൊക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ട്. പല സ്ഥലത്ത് പല ഏരിയയിൽ എന്തൊക്കെ ഓരോ ഇപ്പോൾ ഇവിടെ ആയിരിക്കില്ല അല്ലേ. നമ്മൾ പറയണ പാകിസ്ഥാനിലായിരിക്കും കഴിഞ്ഞ ജന്മം. ഈ ജന്മം നമ്മൾ ശത്രുവായി കരുതുന്ന പാകിസ്ഥാനിലായിരിക്കും കഴിഞ്ഞ ജന്മം. ഈ ജന്മം നമ്മൾ ഇവിടെ അല്ലേ. ഓരോരോ ജന്മങ്ങൾ ഓരോരോ ജാതിയായിട്ടും മതമായിട്ടും സ്ത്രീയായിട്ടും പുരുഷനായിട്ടും അല്ലേ പല സ്വഭാവങ്ങളിലും നമ്മൾ ജനിച്ച് മരിച്ച് അവസാനം നമ്മുടെ ആത്മാവിന് മനസ്സിലായി വാസുദേവ സർവമിതിയും അല്ലേ, എല്ലാം ഈശ്വരനാണ്, വാസുദേവനാണ്. പല ജന്മങ്ങളിലെ എക്സ്പീരിയൻസിലാണ് നമ്മളുടെ ആത്മാവിന് ഇത് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് സറണ്ടർ ചെയ്യാൻ തോന്നുള്ളൂ ഭഗവാനോട് അല്ലേ. അപ്പോൾ നമ്മുടെ മഹാഭാഗ്യമാണ് ഭക്തിയിൽ വന്ന് തന്നെ. അല്ലാണ്ട് ഒരുപാട് ജന്മം കഴിയാണ്ട് വരാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ അത് മനസ്സിലാച്ചാൽ ഓരോരുത്തരും നമ്മൾ വിളിക്കുമ്പോഴും സൗകര്യം അല്ലേ, എത്ര സൗകര്യം ഉണ്ടായിട്ട് പോലും ഭഗവാന്റെ കാര്യത്തിൽ വരാൻ അവർക്ക് സമയം കിട്ടണില്ല. അഥവാ വരാൻ തീരുമാനിച്ചാൽ എന്തെങ്കിലും ബ്ലോക്കും വരാൻ പറ്റുന്നത്. അപ്പോഴാണ് ഈ മഹാഭാഗ്യം. അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ആദ്യം മനസ്സിലാക്കണം. മഹാഭാഗ്യവാന്മാരാണ് അല്ലേ. അതുകൊണ്ടാണ് കൃഷ്ണഭക്തിയിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ. എന്താണ് ബഹൂനാം ജന്മനാമന്തേ, ഒരുപാട് ജന്മങ്ങൾക്ക് ശേഷം അല്ലേ ജ്ഞാനാവാൻ മാം പ്രപദ്യതേ, ജ്ഞാനം വന്നിട്ടുള്ള ഒരു വ്യക്തി എന്നെ ശരണം പ്രാപിക്കുന്നു. അദ്ദേഹം എന്ത് മനസ്സിലാക്കുന്നു? വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണ്, എല്ലാത്തിൻ്റെയും കൺട്രോൾ വാസുദേവനാണ്. ഞാനും വാസുദേവനായിട്ട് കണക്റ്റഡ് ആണ്, വാസുദേവനായിട്ട് ബന്ധമില്ലാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ശരണം പ്രാപിക്കുക അല്ലേ. അങ്ങനെ ശരണം പ്രാപിച്ചാലാണ് നമുക്ക് ഇനി തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക്. നമ്മൾ ആരാണ്? ശരീരമാണോ? നമ്മൾ ഈ ശരീരമല്ല എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഭഗവത്ഗീത പഠിക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ എന്താ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുന്നത്? അർജുന, നീ ഈ ശരീരമല്ല, ആത്മാവാണ്. നിനക്കും ഈ രാജാക്കന്മാർക്കും എനിക്കും അല്ലേ പണ്ടേ നമ്മളുണ്ടായിരുന്നു. ഈ രാജാക്കന്മാർ ഞാനും നീയും ഇന്നും ഉണ്ട്, ഇനി നാളെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താ? ഈ ശരീരത്തോടെ ഇരിക്കുന്നില്ല. ഈ ശരീരം, ഈ ആത്മാവിന് നാശമില്ല. ശരീരം നമ്മൾ എത്രയോ എടുത്തിട്ടുണ്ട്
അല്ലേ? എത്രയ്ക്കോ ഭാര്യ മക്കളൊക്കെ ആയിട്ട് ജീവിച്ച് മരിച്ച്, കഴിഞ്ഞ ജന്മം പാറ്റയാണെങ്കിൽ പാറ്റ ഭർത്താവ്, പാറ്റ കുട്ടികൾ, പാറ്റ ബന്ധുക്കളായിട്ട് അവിടെ കുറേ കല്യാണമൊക്കെ കൂടി മരിച്ചു വന്നു അല്ലേ? ഏതോ ജന്മത്തിൽ ആന ഭാര്യ, ആന കുട്ടികളൊക്കെ ആയിട്ട്, അങ്ങനെ പാമ്പും കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ വിചാരിക്കും ഈ ജന്മം വലിയ എന്തോ ആണെന്ന്. പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ തന്നെ വിചാരിച്ചിരിക്കണം ആ ജന്മം എന്തോ വലുതായിരുന്നു എന്ന് അല്ലേ? അങ്ങനെ കഴിഞ്ഞിട്ടാണ്. അപ്പം നമ്മൾ ശരിക്കും നമുക്ക് ആരുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളതാണ് സത്യമായിട്ട്. ഓരോ ഒരാളാണ് നമ്മുടെ യഥാർത്ഥ ബന്ധു. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? ആരാണ്? കൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിൻ്റെ ദാസി അല്ലെങ്കിൽ ദാസനാണ് ഞാൻ അല്ലേ? നമ്മൾ ആരാണ്? സ്ത്രീയാണോ? അല്ല. പുരുഷനാണോ ചോദിച്ചാൽ അല്ല. ഹിന്ദു ആണോ ചോദിച്ചാൽ അല്ല. മുസ്ലിം ആണോ? ഹിന്ദു ആത്മാവ് മുസ്ലിം ആത്മാവ് എന്നൊന്നും പറയില്ലല്ലോ അല്ലേ? അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഒരു മുസ്ലിം ആത്മാവ് വരുന്നു നമ്മൾ പറയില്ല അല്ലേ? അത് അറിയാത്തവരെന്തോ ചെയ്തോട്ടെ, അറിവുള്ളവർക്ക് എന്താ അറിയാം, നമ്മളത് ഒന്നുമല്ല അല്ലേ? നമ്മൾ ഭാര്യയല്ല, ഭർത്താവും അല്ല അല്ലേ? നമ്മൾ മകളും അല്ല, ആരാണല്ലോ നമ്മൾ അല്ലേ? സെർവൻ്റ് ഓഫ് കൃഷ്ണ. ഗോപി ഭർത്തൃ പദകമലയോർ ദാസാണ് ദാസ. ഗോപികമാരുടെ ഭർത്താവിൻ്റെ പാദകമലത്തിലെ ദാസന്മാരുടെ ദാസി അല്ലെങ്കിൽ ദാസൻ. ഇതാണ് നമ്മുടെ ഒറിജിനൽ പൊസിഷൻ. ഈ ഒറിജിനൽ പൊസിഷൻ വിട്ട് നമ്മൾ താഴോട്ട് വന്നതാണ് നമ്മുടെ സർവത്ര പ്രശ്നങ്ങൾക്കും കാരണം. നമ്മുടെ പ്രശ്നം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ പ്രശ്നം എന്താ? എല്ലാവർക്കും ഒരുവിധം മനസ്സിലായിണ്ടോ? ശരീരമാണ് പ്രശ്നം അല്ലേ? ഈ ശരീരം കൊണ്ട് നമ്മൾ എത്ര ബുദ്ധിമുട്ടാണ്. കാലുവേദന, കൈവേദന, മേലുവേദന, കഴുത്തുവേദന, ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ട്. ഈ ബുദ്ധിമുട്ട് ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ഈ ശരീരം രോഗഗ്രസ്താണ്. അതിന് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ശരീരത്തിന് നമ്മൾ ഈ രോഗം മാറുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, ഇതുമായിട്ട് അങ്ങോട്ട് ജീവിച്ചു പോവുക. ഒരു ജ്യോത്സ്യൻ പറഞ്ഞത്രേ, ആരോ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയി, പണ്ടത്തെ ഒരു തമാശ കേട്ടോ. അപ്പോൾ ആളെ ജ്യോത്സ്യൻ പറഞ്ഞു, 6 മാസം നിങ്ങൾക്ക് ഭിക്ഷ യാചിക്കാനുള്ള യോഗം ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, 6 മാസം കഴിഞ്ഞ് ഇതൊക്കെ മാറുമല്ലോ? അല്ല, അത് കഴിഞ്ഞത് ശീലമായിക്കോളൂ. അതുപോലെ ശരീരത്തിൻ്റെ അവസ്ഥകൾ ശീലാക്കാനേ പറ്റുള്ളൂ. ഇത് ഒരു അവസാനമില്ല, ഇതൊരു ശരിയാവില്ല എന്നത്. കാരണം ഇത് നമ്മുടെ ഒറിജിനൽ അല്ലല്ലോ. ശരിയാവണമെങ്കിൽ ഇതായിരിക്കണം നമ്മുടെ ഏറ്റവും. നമ്മുടെ ഒറിജിനൽ ബോഡി എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ സച്ചിത്താനന്ദ വിഗ്രഹ അല്ലേ? കൃഷ്ണന്റെ കൂടെയാണ് നമ്മുടെ ഒറിജിനൽ ബോഡി. കൃഷ്ണനെ പോലെ തന്നെ സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാശമില്ലാത്തതും, ചിത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ അറിവുള്ളതും. ഇപ്പോഴത്തെ അറിവല്ല നമ്മുടെ ഒറിജിനൽ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ അറിവ്, എല്ലാ അറിവും നമുക്കുണ്ട്. അതുപോലെ ആനന്ദ, സദാ ആനന്ദത്തിൽ ഇങ്ങനെ ഡാൻസ് ചെയ്ത ആനന്ദത്തിൽ എന്നും 12-13 വയസ്സ്, മരണമേ ഇല്ല എപ്പോഴും. എത്ര യുഗങ്ങൾ ജീവിച്ചാലും 13, 14, 15 വയസ്സിൽ നമുക്ക് പ്രായമുള്ളൂ. അത്രയും അല്ലേ? അത്രയും നിഷ്കളങ്കമായ ശുദ്ധമായ ആത്മാവ് ഇവിടെ വന്നപ്പോൾ എന്തായി? പല സംഘത്തിൽ ത്രിഗുണങ്ങളിൽ പെട്ടിട്ട് നമ്മൾ അല്ലേ, നമ്മൾ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ ജീവിക്കുകയാണ്. ഇതിന്ന് നമ്മൾ അങ്ങനെ ജീവിച്ച് തുടങ്ങിയിട്ട് കുറേ ജന്മങ്ങളായി. ഇത് ഞാൻ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരുപാട് ജന്മങ്ങൾ നമ്മൾ അലഞ്ഞ് തിരിഞ്ഞിട്ട് ആത്മാവിന് സന്തോഷമില്ല. ഓരോ ജന്മം എടുത്തു. ഒരു ജന്മം എഞ്ചിനീയറായി, അത് ജീവിച്ച് മരിച്ചു, ഒരു സന്തോഷം കിട്ടിയില്ല. പിന്നെ ഒരു ജന്മം ദേവനായി, അവിടെയും ജീവിച്ച് മരിച്ചു, ഒരു സന്തോഷമില്ല. അസുരനായി, അവിടെയും കുറേ ജീവിച്ചു ഇഷ്ടത്തിനനുസരിച്ച്. കുറേ മൃഗങ്ങളായി പോയി. കുറേ ഇനിയിപ്പോൾ പക്ഷികളാകുമ്പോൾ നല്ല സുഖമായിരിക്കും വെച്ച് പക്ഷിയായി പോയി, അവിടെയും സുഖമില്ല. എല്ലാവിടെയും എന്താണ് ഈ ജന്മ മൃത്യു ജരാവ്യാധി നമ്മളെ ബാധിക്കുക. കാരണം നമുക്ക് ഏത് ശരീരത്തിലും സുഖമില്ല. അങ്ങനെയാണ് ആത്മാവിന് പിടികിട്ടിയത്. എൻ്റെ സുഖം ഇവിടെ ഒന്നല്ല. അങ്ങനെയാണ് നമ്മൾ എവിടെ എത്തിയത്? ആ ആത്മാവത് അന്വേഷിച്ച് തുടങ്ങിയപ്പോഴാണ് ഭഗവത്ഗീത സത്സംഗമൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നത്. ദുഃഖം കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ തേടുകയാണ്, നമ്മുടെ ആത്മാവ് തേടുക. ഞാൻ എന്തിനാ ദുഃഖിക്കണേ, എന്താ എൻ്റെ വിഷമത്തിന് കാരണം തേടുമ്പോഴാണ് ഭഗവാന് മനസ്സിലായി ഇവന് ടൈമായി. അപ്പോൾ സജ്ജനങ്ങളുമായിട്ട് നമുക്ക് നമ്മളെ ഒറിജിനൽ കാര്യം നീ പഠിച്ചോളൂ, നീ എൻ്റെയാണ് അല്ലേ, ഇവിടുത്തെ ആരുമല്ല. അങ്ങനെ മറന്നു പോയതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ഇനി ഇവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? ആരതിയൊക്കെ ചെയ്യണം അല്ലേ, ഭഗവാന്റെ നാമം ജപിക്കുക. നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും നല്ല മാസമാണ് എന്ത്? ഈ കാർത്തിക മാസം അല്ലേ. കാർത്തിക ദേവി പറഞ്ഞ ആരാണ്? രാധാറാണിയുടെ വ്രതമാണ് ഊർജ്ജ വ്രതം എന്ന് പറയും ഈ വ്രതത്തിന്. ഈ വ്രതത്തിൽ നമ്മൾ എത്ര നന്മ ചെയ്താലും അതിൻ്റെ 1000 ഇരട്ടി ഫലമായിരിക്കും എന്ന് പറയാം അല്ലേ. വ്രജവാസികളായിട്ട് തിരിച്ചു പോകണം നമുക്ക്. വ്രജത്തിലെ ആ ഒരു മൂഡ് അനുസരിച്ച് അല്ലേ, ദാമോദരനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അല്ലേ. അങ്ങനെ വന്നാണ് നളകൂപൻ്റെ മണിക്കിരിവനൊക്കെ ഇതുപോലെ ഫാൾ ഡൗൺ ആയിട്ട് വന്നാണ് അവരും തിരിച്ച് ഭഗവാന്റെ ഭക്തരായിട്ട് പോയി. അപ്പോൾ നമുക്ക് ആ ഗോകുലത്തിൽ ആ ലീല നമ്മൾ എത്ര കേട്ടാലും ആർക്കെങ്കിലും ബോറടിക്കണ്ട യശോദര കഥ കേട്ടിട്ട് നമ്മൾ എത്ര കാലം. പക്ഷേ ഒരു സിനിമ, ഇഷ്ടമുള്ള സിനിമ 3 പ്രാവശ്യം കണ്ടു, അത് കഴിഞ്ഞ് ബോറടിക്കും അല്ലേ. വേണമെങ്കിൽ 1, 2, 3 വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഇപ്പം നമുക്ക് സ്കൂളിൽ നമുക്ക് തീരെയും പറ്റില്ല.
രണ്ടാമത്തേൽ കൂടുതൽ ഒരു സംഭവം കാണാൻ പറ്റുന്നുണ്ട്, ബോറടിക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ 16 വർഷമായി ഈ സ്കൂളിൽ, എല്ലാ വർഷവും ഈ കഥ തന്നെയാണ് പറയുന്നത്. യശോദയും നന്ദഗോപുരം അല്ലേ, ഒരലിൽ കണ്ടിട്ട് എല്ലാവരും ഇരിക്കണമൊക്കെ എത്ര ഇൻട്രസ്റ്റിലായിരിക്കണം ഇതേ കഥ കേൾക്കാനായിട്ട് അല്ലേ. എല്ലാവർക്കും അറിയാം കഥ. അതാണ് ഈ ലീലകൾ പറയണതും അല്ലേ കേൾക്കണതും. എന്താണ് നമ്മുടെ ആത്മാവിന് മുക്തി കിട്ടാൻ, ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഭഗവാന്റെ ലീലകൾ അല്ലേ. അതിൽ പ്രധാനപ്പെട്ട ലീലയാണ് ഈ കാർത്തിക മാസം നടന്ന ദാമോദര ലീല. അപ്പോൾ യശോദയ്ക്ക് നന്ദഗോപുരം ഗോകുലത്തിലുള്ള നടന്ന കഥയാണ് അല്ലേ. അവർ നല്ല പണക്കാരായിരുന്നു, വൈശ്യ കുടുംബത്തിലുള്ളവർ. അതായത് വൈശ്യ കുടുംബം എന്ന് പറഞ്ഞാൽ അവർ കൃഷി ഗോരക്ഷ, ഇതാണ് അവരുടെ ജോലി. അപ്പോൾ ധാരാളം പശുക്കളുണ്ടായിരുന്നു, 9 ലക്ഷം പശുക്കളുണ്ട് യശോദയ്ക്ക് നന്ദഗോപുരം. ആ ഗ്രാമത്തിലെ രാജാവും റാണിയാണ് യശോദാദേവിയും നന്ദഗോപുരം. അപ്പോൾ എന്നും ഇങ്ങനെ എന്താ പറയുക, ഇഷ്ടംപോലെ പാല് അല്ലേ അവിടെ ഉണ്ടാവും അല്ലേ, തൈര് കടയും. ഈ പാല്, മോര്, തൈര്, വെണ്ണ അതൊക്കെ വിറ്റിട്ടാണ് അവർ ജീവിച്ചിരുന്നത് അവിടുത്തെ ആൾക്കാർ. നല്ല സമ്പത്തുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു, ഉണ്ണിക്കണ്ണന് 3 വയസ്സായപ്പോൾ ഉണ്ണിക്കണ്ണൻ എല്ലാം അവിടെ നിന്ന് വെണ്ണ മോഷ്ടിച്ച് കഴിക്കണം. അപ്പോൾ അത് മോഷ്ടിക്കുന്നതിന് കാരണം എല്ലാ ഗോപിമാര് അവനെ ഉണ്ണിയായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇവൻ പോയിട്ട് മോഷ്ടിക്കണേ. പക്ഷെ യശോദദേവി അങ്ങനെയല്ല കരുതണേ, ഞാൻ എൻ്റെ കൈ കൊണ്ട് വെണ്ണ ഉണ്ടാക്കി കൊടുക്കാണ്ട് ഈ ദാസിമാരുണ്ടാക്കി കൊടുത്താൽ അവനെ പിടിക്കണ്ടാവില്ല. അതായിരിക്കും അല്ലേ ഒരമ്മ അങ്ങനെയല്ലേ ചിന്തിക്കുക, അമ്മ ഭാവം അതാണ്. അതുകൊണ്ടായിരിക്കും അവൻ അവിടെ ഇവിടെയും പോയി കട്ട് കഴിക്കണേ. എല്ലാവരും പരാതിയാണ്, യശോദ നിന്റെ മോൻ വന്നിട്ട് ഞങ്ങളുടെ വെണ്ണ മോഷ്ടിച്ചു, ഇത് കുരങ്ങന്മാർക്ക് കൊടുക്കണം, അത് കൊടുക്കണം. എല്ലാം കഴിഞ്ഞ് വയറ് നിറഞ്ഞ ഒരു ഡയലോഗുണ്ട് കൃഷ്ണന്, നിങ്ങളുടെ വെണ്ണ ഒന്നിനും കൊള്ളില്ല, കഷ്ടം, എന്ത് വെണ്ണ ഉണ്ടാക്കി, കുളിച്ചിട്ട് വയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ വയറ് നിറച്ച് തിന്ന് മദ്യമായിട്ട് കളഞ്ഞിട്ട് പറയാം ഡയലോഗാണ്. എന്താണ്, ഗോപിമാരുടെ വെണ്ണ ഒന്നിനും കൊള്ളൂല എന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർക്കവിടെ സഹിക്കാൻ പറ്റാണ്ട് അവർ വന്നിട്ട് യശോദയ്ക്ക് പരാതി പറയും. അപ്പം യശോദ വിചാരിച്ചു, ഇതിലെന്തോ ഒരു കാരണമുണ്ട്, എൻ്റെ മോൻ അവന് ഇവിടുത്തെ വെണ്ണം പിടിക്കണില്ല, ഈ ദാസികളെല്ലാം ഉണ്ടാക്കണേ, ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 3 മണിക്ക് എണീറ്റിട്ട് യശോദാദേവി കുളിച്ച് അലങ്കരിച്ച് 3 മണിക്ക് എണീറ്റിട്ട് വരുമ്പോൾ 3 മണിക്ക് എണീക്കണം എന്നൊക്കെയാണ് വെപ്പ്. ഞാൻ ഇപ്പോൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 3 മണിക്ക് എണീറ്റിട്ട് അന്ന് വ്രജവാസികളൊക്കെ പണ്ടത്തെ എല്ലാവരും, ഇപ്പോൾ മാതാജി പോലുള്ളവർ പണ്ടൊക്കെ പശു ഉള്ളവരൊക്കെ അല്ലേ, പണ്ട് എല്ലാവരും 3 മണിക്ക്, പണ്ടൊക്കെ വ്രജവാസികൾ തന്നെ ആയിരുന്നു. ഇപ്പം നമ്മൾ കലിയുഗം കൂടുന്നതോടെ നമ്മൾ അസുരവാസികളായി മാറി. 7 മണിക്ക് 10 മണിക്കൊക്കെ എണീക്കും. അവിടെ വ്രജവാസികൾ പുലർച്ചെ 3 മണിക്ക് എണീറ്റിട്ട് കുളിച്ച് നന്നായി അലങ്കരിക്കും. കൃഷ്ണഭക്തർ നന്നായി അലങ്കരിക്കുന്ന പറയും, ഭഗവാൻ അതാ ഇഷ്ടം എന്ന് പറയും അല്ലേ. കയ്യിലൊക്കെ നിറച്ച് വളകൾ. വൃന്ദാവനത്തിൽ പോകുമ്പോൾ ആരൊക്കെ വൃന്ദാവനത്തിൽ വരുന്നുണ്ട്, വൃന്ദാവനത്തിൽ പോകുമ്പോൾ അറിയാം, നിറച്ച് വളകളൊക്കെ ഇട്ടിട്ട് വലിയ സ്വത്തൊന്നും ഉണ്ടാവില്ല, ഒറ്റ ആൾക്ക് സ്വത്തൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ അലങ്കാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അവർ അങ്ങനത്തെ ഡ്രസ്സ് തിളങ്ങണ സാരിയൊക്കെ കൊടുത്ത് നിറച്ചിട്ടിട്ട് അങ്ങനെ നല്ല രസം പോണ് കാണാൻ, കമ്മലൊക്കെ ആട്ടി പോണ് കാണാൻ. അപ്പോൾ അതുപോലെ യശോദാദേവി നന്നായിട്ട് അലങ്കരിച്ച് വന്ന് പാല് ആദ്യം തന്നെ ഭഗവാന് വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട 10 പശുക്കളുടെ പാല് കറന്ന് അത് അടുപ്പത്ത് തിളപ്പിക്കാൻ വെച്ചു. എന്നിട്ട് പിന്നെയുള്ള തിളച്ച പാലിനെ കടയാൻ തുടങ്ങും, തൈര് കടയാൻ പാലിനല്ല തൈരിന് കടഞ്ഞ് വെണ്ണ ഉണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ വെണ്ണ ഇങ്ങനെ കടഞ്ഞായിരിക്കുകയാണ്. അങ്ങനെ വെണ്ണ കടയായിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് മോനെക്കുറിച്ച് അല്ലേ. അമ്മമാർക്ക് ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അറിയാതെ ഓർത്തുകൊണ്ടേയിരിക്കും. മക്കളാണ് അവർ മനസ്സിൽ മുഴുവൻ അല്ലേ. ഇത് എങ്ങനെയാണ് മൈൻഡിൽ ഇങ്ങനെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ല. അത് എത്ര ദുഷ്ടൻ മക്കളായിക്കോട്ടെ, അവരെ ന്യായീകരിച്ച് ഇവർ അല്ലേ, അങ്ങനെയല്ല മക്കളെ അവർ ന്യായീകരിക്കും. നമ്മൾ പോയി കുറ്റം പറഞ്ഞു നോക്കി അവർ സമ്മതിക്കില്ല. അതായത് മക്കളോട് അമ്മമാർക്ക് ഭയങ്കര വാത്സല്യമാണ്. ഇത് ഭഗവാനും അറിയാം. അതുകൊണ്ടാണ് ഭഗവാൻ ഉണ്ണി രൂപത്തിൽ വന്നിട്ട് ഇവിടെ ലീലകൾ നടന്നത്, അവനെല്ലാം അട്രാക്റ്റഡ് ആവാനായിട്ട് അല്ലേ. ഞാൻ നിങ്ങളുടെ മകനായിക്കോളാം അല്ലേ, എന്നെ നോക്കൂ, എന്നാലേ ഗോലോകത്ത് പോകാൻ പറ്റുള്ളൂ. ഇവിടുത്തെ മക്കളോട് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഗോലോകത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ ഈ സൂത്രം മനസ്സിലാക്കിയിട്ട് എന്താണ് പറയുക, ഭർത്താക്കന്മാരെ ഇഷ്ടമുള്ളവരുടെ മുമ്പിൽ ഭർത്താവായിട്ട് അല്ലേ, കാമുകന്മാരെ ഇഷ്ടമുള്ളവരെ കാമുകനായിട്ട്, ഉണ്ണികളെ ഇഷ്ടമുള്ളവരെ ഉണ്ണിയായിട്ട്, ഫ്രണ്ട്സിനെ ഇഷ്ടമുള്ളവരെ ഫ്രണ്ടായിട്ട്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം ആ രൂപത്തിൽ ഭഗവാൻ അങ്ങോട്ട് മാറും. എന്തിനാണെന്ന് വെച്ചാൽ ഭഗവാൻ നമ്മുടെ മനസ്സ് കവർന്നിട്ട് അട്രാക്ഷൻ വേണം. എന്നിട്ട് നമ്മൾ പൂർണ്ണമായിട്ട് അവൻ്റെ ലയിച്ച് ചേരുമ്പോഴാണ്, ലയിക്കാൻ മീൻസ് മാനസികമായിട്ട് പൂർണ്ണമായിട്ട് ആ ചിന്തയിലാവുമ്പോഴേ നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഭഗവാന്റെ ലോകത്ത് പോകാൻ പറ്റുള്ളൂ. ആ ചിന്ത ഉണ്ടാക്കാനാണ് ഭഗവാൻ നമുക്ക് ഇഷ്ടമുള്ള ഭാവത്തിൽ നമ്മുടെ അടുത്തേക്ക് വരണം. അപ്പോൾ അധികം ആളുകൾക്ക് ഉണ്ണികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭഗവാൻ അതാണ് ഈ ദാമോദരൻ 3 വയസ്സിൽ ഈ ലീലയൊക്കെ കാണിക്കുന്നത് അല്ലേ. അങ്ങനെ നല്ല രസകരമായ ലീലകൾ വൃന്ദാവനത്തിൽ കാണിച്ചത്. അങ്ങനെ അപ്പോൾ അമ്മയുടെ ഓർമ്മയാണ് എപ്പോഴും മകൻ്റെ ഭംഗിയും, ചെവി വരെ നീണ്ട കണ്ണുകൾ. ഭഗവാന്റെ ഭംഗി എങ്ങനെയാണ്, നല്ല ഭംഗിയാണ് അല്ലേ.
നമ്മൾ കേട്ടിട്ടില്ലേ വില്ലുപ്പഴം പോലെ ചുവന്ന ചുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ലിപ്റ്റിക് അടിച്ചിട്ട് കുറച്ച് ചുവപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ ഭഗവാന്റെ ചുണ്ട് നല്ല ചുവന്ന ചുണ്ടാന്ന് പറയാം. കണ്ണോ അല്ലേ താമര ഇതൾ പോലെ വിടർന്ന നീണ്ട നയനങ്ങൾ, അതുപോലെ ഉയർന്ന നാസിക, മുല്ലപ്പൂ പോലെയാണ് ഭഗവാന്റെ പല്ലെന്ന് പറയാം. ചുരുണ്ട മുടി, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചുരുണ്ട മുടി എന്ന് പറയുന്നത്. ചുരുണ്ട മുടിക്ക് സോഫ്റ്റ്നെസ് വരുമ്പോൾ എങ്ങനെ ഉണ്ടാവും? നമ്മളത് കണ്ടിട്ടില്ലേ അല്ലേ? അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ അവൻ നടക്കുമ്പോൾ ഇങ്ങനെ തട്ടിയിട്ട് നടക്കുന്ന പറയാം. പിന്നെ ശംഖ് പോലത്തെ കഴുത്ത്, ഇതൊക്കെ നമുക്ക് പോലും നമ്മുടെ ഉണ്ണികളെ അത്രയ്ക്ക് ഭംഗിയിലാണെങ്കിലും കൂടി നമ്മൾ അതന്നെ ആലോചിക്കണം. അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഉണ്ണിനെ യശോദ ആലോചിക്കാതിരിക്കുമോ? യശോദ അപ്പം ഇങ്ങനെ തൈര് കടയുമ്പോൾ ഇങ്ങനെ ഭഗവാന്റെ മുഖവും ആ വേർപ്പ് തുള്ളികൾ ഭഗവാന്റെ മുകളിൽ നിൽക്കണം, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വാത്സല്യം നിറഞ്ഞ പാല് ചേർന്ന് പോകാൻ തുടങ്ങി അല്ലേ? പ്രേമ വാത്സല്യത്തിൽ അങ്ങനെയാണ്, തന്നെയേ പാല് ചേർന്ന് പോകുന്ന പറയണം. അപ്പം അങ്ങനെ വിചാരിച്ച ഭഗവാൻ അവിടെ അന്തർയാമിയാണ് അല്ലേ? ഉണ്ണിയുടെ രൂപമാണെങ്കിലും മൂപ്പര് ഭഗവാൻ ആയതുകൊണ്ട് അമ്മ അങ്ങനെ നല്ല മൂഡിലാന്ന് അവിടെ മനസ്സിലായി. വേഗം കണ്ണു തിരുമ്പി ഇട്ടു അല്ലേ? എന്നിട്ട് അമ്മയുടെ ആ മൂഡ് സന്തോഷം, പാല് കൊടുക്കാനുള്ള സന്തോഷത്തിലാന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ അവിടെ വന്നു. അമ്മ മതി തൈര് കടഞ്ഞത്, എനിക്ക് പാല് തരുമെന്ന് പറയും. അപ്പോൾ ഉണ്ണീനെ കണ്ടപ്പോൾ വേഗം മടിയിലിരുത്തി പാലൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമായിട്ട് ആനന്ദത്തിൽ അമ്മയും മകനും കൂടെ ആനന്ദത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പാല് തിളയ്ക്കുന്ന ശബ്ദം കേട്ടത്. നിങ്ങൾക്കാണെങ്കിലും ഇഷ്ടമാവും. അമ്മ നിങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിലും പോയാൽ തുളസിക്കുട്ടി ദിവസം വരെ അമ്മയ്ക്ക് എന്നെ ഒരു ശ്രദ്ധയില്ല. 24 മണിക്കൂർ നമ്മളവരെ ശ്രദ്ധിച്ചാൽ അവർക്ക് തോന്നുന്നൊരു ശ്രദ്ധയില്ല എന്ന്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പുറത്ത് കണ്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അവരെന്നെ ആയിരിക്കും. പക്ഷെ അത് അവർക്ക് മനസ്സിലാവില്ല. ഇതന്നെയാണ് ഉണ്ണിക്കണ്ണൻ്റെ ഇതേ ലീലകളാണ് ഇവരൊക്കെ കാണിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ എങ്ങനെയാണ്? പാല് തിളച്ച് പോണ ശബ്ദം കേട്ടപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ ഇരുത്തി യശോദാദേവി വേഗം പാല് ഇറക്കാനായിട്ട് പോയി. അപ്പം ദേഷ്യം വന്നു. അമ്മയ്ക്ക് ഞാനാണോ വലുത് പാലാണോ വലുതെന്ന് തോന്നിയത്? അത് ശരി, ഞാൻ ശരിയാക്കി തരാം അല്ലേ? ഇതാണ് ഭഗവാൻ നമ്മളോടും തോന്നുന്നത്. ഭഗവാന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏത് കാര്യത്തിലൂടെ പോയത് അത് കൊളാക്കി തരും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാനത് പറയാൻ കാരണം. എല്ലാവർക്കും ഉണ്ടാവും. കൃഷ്ണൻ്റെ കാര്യങ്ങൾ വിട്ടിട്ട് നമ്മൾ വേറൊരു നമ്മുടേതായിട്ടുള്ളൊരു കാര്യത്തിന് പോയി നോക്കും, അതൊരു ഭംഗിയേ ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി ഒപ്പിച്ച് തരും. ഇങ്ങനെ ഇഷ്ടംപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും ഭക്തർക്ക്. ഇത് തന്നെയാണ് യശോദയ്ക്ക് കാണിച്ചത്. യശോദ കൃഷ്ണനെ വിട്ടിട്ട് അങ്ങോട്ട് പോയതോടുകൂടി ഭഗവാൻ ദേഷ്യായി. ഭഗവാൻ എന്ത് ചെയ്തു? അപ്പോൾ ഒരു കല്ലെടുത്തിട്ട് തൈര് കുടമൊക്കെ പൊട്ടിച്ച് വെണ്ണയൊക്കെ കുറേ തിന്നു. എല്ലാ കുടങ്ങളും അവിടുത്തെ പൊട്ടിച്ച് അവിടെ മുഴുവൻ എന്തായി കുളം പോലെ ആക്കി വിട്ടു, ഹാള് മുഴുവൻ. എന്നിട്ട് അവിടെ ചവിട്ടി പോയി. എന്നാലും തിരിഞ്ഞു നോക്കി പേടിയുണ്ട് തെറ്റ് ചെയ്യുമ്പോൾ. എന്നാൽ ദേഷ്യം കാരണം ചെയ്യാതിരിക്കാനും വയ്യ. അമ്മോടുള്ള ദേഷ്യം തീർക്കും വേണം, എന്നാൽ അമ്മ അടിക്കുന്നുള്ള പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് പോണത്. പോയിട്ട് അവിടെ ഉറിയിലൊക്കെ വെണ്ണ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ ഹോളിൽ നിറയെ വലിയ. അവിടെ നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഉറിയിൽ വെണ്ണ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഒരു ഒരലിരിക്കുന്ന ഒരെല്ലാം നീക്കിയിട്ട് ഉറിയിലെ വെണ്ണ എടുത്തിട്ട് അത് കഴിച്ച് അത് കുരങ്ങന്മാർക്കും അവിടുത്തെ തത്തകൾക്കൊക്കെ കൊടുത്തു. സ്ഥിരം എൻ്റെ കൂട്ടുകാരാണ് ഈ കുരങ്ങന്മാരും തത്തകളും. കഴിഞ്ഞ ജന്മത്തിലെ ശ്രീരാമൻ്റെ ജന്മത്തിൽ ശ്രീരാമൻ്റെ സേനകളായിരുന്നു വാനരസേന. അവർ ചെയ്ത ത്യാഗത്തിന് ഒന്നും തിരിച്ചു കൊടുക്കാൻ വയ്യ ഭഗവാന്. ഭഗവാൻ കൊടുക്കണമാണ് ഈ വെണ്ണ. പിന്നത്തെ ജന്മത്തിൽ ഇവർക്ക് കുരങ്ങന്മാർക്ക് അവരെന്ത് ചെയ്താലും ഭഗവാൻ ഒന്നും പറയില്ല. അവരത്രയും സഹായിച്ചല്ലേ ഭഗവാനെ, ശ്രീരാമന്. അപ്പോൾ വെണ്ണയൊക്കെ കൊടുത്ത് അപ്പോഴാണ് യശോദദേവി ഇതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. എന്താ കാണുന്നത്? ഇവിടെ മുഴുവൻ എന്തായിരിക്കും? നമ്മളാണെങ്കിൽ നല്ല അടി കൊടുത്തിട്ടുണ്ടോ അല്ലേ? പ്രിയമാച്ച അടിക്കില്ലേ? ഈ നിലയ്ക്ക് വെണ്ണയും പാലും തൈരും ഹോളിൽ കളഞ്ഞ് നമുക്ക് പണിയെടുത്ത് വെയ്യാണ്ടായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? അതിൻ്റെ ഇടയിൽ ഇത് കണ്ടാലോ? യശോദദേവിക്ക് അപ്പോൾ ദേഷ്യം വന്നു. യശോദദേവി എന്ത് ചെയ്തു? ഒരു ശിക്ഷ കൊടുക്കണം. ഈ ഗോപിമാർ പറയണമൊക്കെ കറക്റ്റ്. അവൻ നല്ല കുറുമ്പൻ തന്നെയാണ്. അവനൊരു അടി കൊടുക്കണം പറഞ്ഞിട്ട് അടിക്കാനായിട്ട് മയിൽപ്പീലി തണ്ടും കൈ പിടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. ഇപ്പോൾ പ്രേമം കൊണ്ടേ അവർക്ക് അത്രയൊന്നും ദേഷ്യം വരാൻ പറ്റില്ല മക്കളോട്. എന്നാൽ അതും കൊണ്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നോക്കണം. അപ്പോൾ കുഞ്ഞ് കാലടിപ്പാടുകൾ ഇങ്ങനെ കാണും എവിടേക്കാണ് പോയി. ഭഗവാൻ എന്താ ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് വെണ്ണ കൊടുക്കുന്നുണ്ട്. അമ്മ കണ്ട അവിടെ നിന്ന് ഓടാന്ന് വെച്ചിട്ട്. അപ്പോൾ യശോദ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുരങ്ങനാണ് കാണുന്നത് യശോദ വരുന്നത്. കുരങ്ങൻ പെട്ടെന്ന് ഒരു ശബ്ദം കൊടുത്തു. ആർക്കാ? കൃഷ്ണന് ഒരു മെസ്സേജ് കൊടുത്തത്, അമ്മ വരുന്നുണ്ട് ഓടിക്കോ എന്നുണ്ട്. കൃഷ്ണന് കുരങ്ങന്മാരൊക്കെ ചാടി ഓടി. കൃഷ്ണന് ഒരന്ന് ചാടി ഇറങ്ങി ഒറ്റ ഓട്ടം ഓടി. അപ്പോഴാണ് യശോദയ്ക്ക് നല്ല തടിയുണ്ട്. വയസ്സായിട്ട് അവർക്ക് ഉണ്ണിയുണ്ടായതേ. അപ്പം നല്ല തടിയും. ഇപ്പം എന്തായാലും ഇവരെ പിടിച്ച അടങ്ങൾ പറഞ്ഞ് പിന്നാലെ യശോദാദേവി ഓടി. അങ്ങനെ ഓടി ഇവൻ പിടി കൊടുക്കണ്ട. അവിടെ 84 തൂണുണ്ട് അവിടെ. അതൊക്കെ നമുക്ക് പോയി കാണാം നന്ദ ഗോപുരുടെ ഗോകുലത്തിൽ. അങ്ങനെ കിടന്ന് ഇങ്ങനെ ഓടി അവസാനം അമ്മ വെയ്യർത്തിങ്ങനെ അമ്മ വെച്ചിട്ടുള്ള പൂക്കളൊക്കെ താഴത്ത് വീണു. വെയ്യാണ്ടായി യശോദയ്ക്ക് അതൊക്കെയാൻ തുടങ്ങി ഓടിയിട്ട്. അപ്പം അമ്മ പാവല്ലേ എന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ പിടി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ യശോദദേവിക്ക് ഭഗവാൻ പിടി കൊടുക്കാൻ തീരുമാനിച്ചാലേ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബാക്കി നമ്മൾ പരിശ്രമിക്കണം. ഭഗവാനെ നമുക്ക് കിട്ടണമെങ്കിൽ ഭഗവാൻ വിചാരിക്കണം.
നമ്മുടെ പരിശ്രമം കണ്ടിട്ട് ഭഗവാന് കരുണ തോന്നിയിട്ട് ദേ എന്നെ ഇവരെടുത്തോട്ടെ എന്ന് വിചാരിക്കുമ്പോഴേ നമുക്കത് കിട്ടുള്ളൂ. നമ്മളങ്ങനെ പരിശ്രമിക്കണം ഭഗവാനെ കിട്ടാനായിട്ട്, അല്ലേ? അല്ലെങ്കിൽ കിട്ടില്ല. അപ്പോൾ യശോദദേവിയുടെ പരിശ്രമം കണ്ടപ്പോൾ ഭഗവാൻ സമ്മതിച്ചിട്ട് അപ്പോൾ യശോദദേവി ഉടനെ വടിയെടുത്ത് ഇങ്ങനെ ഓങ്ങി അടിക്കാനായിട്ട്. അപ്പോൾ കരച്ചിലും കൊണ്ട് കൃഷ്ണന് കരച്ചിൽ വന്നിട്ട് സങ്കടം സഹിക്കാൻ വയ്യ. ഇങ്ങനെ കണ്ണങ്ങടെ തിരുമ്പാൻ തുടങ്ങി. കരച്ചിൽ ഒറിജിനലി വരുന്നില്ല. അപ്പോൾ അഭിനയിക്കുകയാണ്. അപ്പോൾ കണ്ണ് തിരുമ്മിയിട്ട് അമ്മയെ ഇതാക്കാൻ വേണ്ടിയിട്ട് തിരുമ്പുമ്പോൾ ഇങ്ങനെ കരച്ചിലാണെന്ന് അറിയുമല്ലോ. അപ്പോഴേക്കും കണ്ണീരൊക്കെ ഒഴുകാൻ തുടങ്ങി. പിന്നെ ശ്വാസം കിട്ടാണ്ട് ഇങ്ങനെ കുട്ടികൾ കാര്യങ്ങൾ കണ്ടിട്ടില്ലേ? ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവരെ കണ്ടപ്പോഴാണ് ഇതൊക്കെ മനസ്സിലായത് എനിക്ക്. ഇങ്ങനെ അപ്പോൾ ഈ ശംഖ് പോലത്തെ കഴുത്തിൽ 3 രേഖകളുണ്ട് ഭഗവാൻ. ആ ത്രിരേഖ അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ മാല ഇങ്ങനെ ഇളകണതും ഒക്കെ അങ്ങനെ യശോദദേവിക്ക് പേടിയായി. നമുക്ക് കുടുംബ കണ്ട് നല്ല അടി കൊടുക്കണം തോന്നും. അടിക്കുമ്പോൾ പേടി പെയ്യാണ്ട് വരുമെന്ന്, അല്ലേ? അങ്ങനെ തോന്നിയില്ലേ? ഇതന്നെയാണ് യശോദയ്ക്ക് തോന്നി. ഇനിയിപ്പോൾ ഞാൻ അടിച്ചിട്ട് ഇവന് പനി വരുമോ, എൻ്റെ കുട്ടിക്ക് പനി വരുമോ എന്ന് പേടിച്ചിട്ട് യശോദദേവി വടിയെടുത്ത് എറിഞ്ഞു. എന്നാൽ ഇവൻ്റെ കുറുമ്പ് ആലോചിച്ചിട്ട് ദേഷ്യം വരുന്നുണ്ട്, എന്നാ ഭാവവും തോന്നുന്നുണ്ട്. അപ്പോൾ യശോദയെ വെച്ച് കുറച്ച് നേരം അവനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാനൊരു പണി ചെയ്യാൻ നോക്കിയപ്പോൾ ഒരലിരിക്കുന്നുണ്ട്. ശരി, ഈ ഒരലിൽ അങ്ങോട്ട് കെട്ടിയിടാന്ന് പറഞ്ഞിട്ട് കുറച്ച് കയറൊക്കെ എടുത്തിട്ട് കൊണ്ട് ഭഗവാനെ കെട്ടാൻ നോക്കുകയാണ്. അപ്പോഴും ഭഗവാൻ പറഞ്ഞു, അങ്ങനെ എളുപ്പം തന്നെ കെട്ടാൻ പറ്റില്ല. ഈ പ്രപഞ്ചം മുഴുവൻ എൻ്റെ വയറാണ്, അല്ലേ? പ്രപഞ്ചത്തിലേക്ക് കിടക്കുന്ന ഭഗവാനല്ല, ഈ വയറിനെ അങ്ങനെ കെട്ടാൻ സമ്മതിക്കുമോ ഭഗവാൻ? കുറേ ട്രൈ ചെയ്ത് കയറ് കൂട്ടിക്കെട്ടി പറ്റുന്നില്ല. പിന്നെയും കുറേ കയറ് കൊണ്ടൊന്ന് കൂട്ടിക്കെട്ടി പറ്റുന്നില്ല. അങ്ങനെ കുറേ ശ്രമിച്ച് തരുന്നു. അപ്പോഴേക്കും യശോദയുടെ കൂട്ടുകാരികളൊക്കെ അതിലേ വരുന്നുണ്ടായിരുന്നു വെള്ളം എടുക്കാനായിട്ട്. എന്താ യശോദയെ പാവം ഉണ്ണീനെ എന്താ നീ കെട്ടിയിടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചീത്ത പറഞ്ഞു യശോദ. കുറേ പേര് കളിയാക്കുന്നു, നിനക്ക് എന്താ കെട്ടാൻ കിട്ടണില്ലേ ഇവനെ എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഭഗവാന് വിഷമം. എൻ്റെ അമ്മേനെ കളിയാക്കണം കണ്ടപ്പോൾ ഭഗവാൻ വിചാരിച്ചു കെട്ടാൻ സമ്മതിക്കാന്ന് വെച്ചിട്ട് ഒന്ന് അയഞ്ഞു കൊടുത്തു. അപ്പോൾ ഭഗവാൻ കെട്ടാൻ പറ്റി. അപ്പോൾ ഓരോ പ്രാവശ്യം കയറുകൾ ഇങ്ങനെ കൂട്ടിക്കെട്ടുമ്പോഴും 2 അങ്കുലം വീതം കയറ് കുറഞ്ഞാണ് കാണും. വീണ്ടും കുറേ കയറെടുത്ത് കൂട്ടിക്കെട്ടി വീണ്ടും 2 അങ്കുലം കുറവാണ്. ഇത് ആചാര്യന്മാർ പറയണത് ഒരു ഭഗവാനെ നമുക്ക് കിട്ടാനായിട്ട് 2 കാര്യങ്ങളാണ് വേണ്ടതെന്ന്. ഒന്ന് നമ്മുടെ പരിശ്രമം, രണ്ടാമത് ഭഗവാന്റെ കൃപ. അതിപ്പോൾ ഭൗതിക കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ? ആത്മീയ കാര്യത്തിനായാലും ഭൗതിക കാര്യത്തിനായാലും നോക്കിക്കോ. ഭൗതികമായിട്ട് നമുക്ക് ഉയർച്ച വേണമെങ്കിൽ നമ്മൾ പരിശ്രമിക്കണം. വെറുതെ ഇരുന്നാൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല. പക്ഷെ പരിശ്രമിച്ചാൽ എല്ലാവർക്കും ജയിക്കാൻ പറ്റുമോ? 24 മണിക്കൂറും പണിയെടുത്തു, ഭഗവാന്റെ കരുണയില്ലെങ്കിൽ അവിടെ ഒരു വിജയം ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ നമ്മുടെ പരിശ്രമത്തിനോടൊപ്പം ഭഗവാന്റെ കരുണയും കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും, അല്ലേ? എത്രയും നന്നായി ഡാൻസ് ചെയ്യാൻ എന്തുകൊണ്ടാണ് പറ്റണത്? പരിശ്രമിച്ചുകൊണ്ടാണോ? ഡാൻസ് ടീച്ചർ കാരണമാണോ? അല്ല, അവരൊക്കെ കാരണമാണ്, അവർ പരിശ്രമിച്ചു. പക്ഷേ ഭഗവാൻ കാരുണ്യം തന്ന പനിയൊക്കെ വരാണ്ടല്ല ആ സമയത്ത് ഡാൻസ് ചെയ്യാൻ ആരോഗ്യം തന്നില്ലെങ്കിൽ കളിക്കാൻ പറ്റില്ലല്ലോ, അല്ല? അവിടെ ചെന്ന് കാല് കുഴയണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യം? അപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനാണെങ്കിലും പരിശ്രമം വേണം, ഭഗവാന്റെ കാരുണ്യം. ഈ 2 കാര്യമാണ് ഈ 2 അങ്കുലം കുറവ് അവിടെ കാണിച്ചത്. അപ്പോൾ യശോദദേവിയുടെ പരിശ്രമം കണ്ടപ്പോൾ ഭഗവാന് കൃപ തോന്നി. അപ്പോൾ ഭഗവാൻ കെട്ടാൻ അനുവദിച്ചു. കെട്ടിയിട്ട് നീ അവിടെ ഇരുന്നോ, നിനക്ക് ഒന്നും കഴിക്കാനും തരില്ല, അവിടെ നിന്നോ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ യശോദ പണിയൊക്കെ എടുക്കാൻ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരിങ്ങനെ നോക്കി, ബോറടിച്ചിട്ടേ ഇവിടെ എന്നെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കല്ലേ, കുട്ടികളിങ്ങനെ നിൽക്കുമോ? കുറച്ച് നേരം ഇങ്ങനെ നോക്കി, അങ്ങനെ നോക്കിയപ്പോൾ ആ 2 വൃക്ഷങ്ങൾ അവിടെ നിൽക്കണം. 2 യമളാർജുന വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അർജുന വൃക്ഷങ്ങൾ എന്നാണ് അതിൻ്റെ പേര്. ആ 2 വൃക്ഷങ്ങൾ അവിടെ ഉയർന്ന് വളരെ ഒരുപാട് പഴക്കമുണ്ട് അതിന്. അത് കണ്ടപ്പോൾ അങ്ങോട്ട് ഒന്ന് പോയാലോ, അവിടെ പോയിട്ട് അവിടെയാണെ കുറച്ച് കൂട്ടുകാർ കളിക്കുന്നുണ്ട് ഇവൻ്റെ, ഇന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ട് ഈ ഉരലിനെ വലിച്ച് ഭഗവാൻ അവിടെ എത്തിയപ്പോൾ 2 പേര് ഇരട്ട കുട്ടികളെ പോലെ നിൽക്കണം, അല്ലേ? അടുത്തടുത്ത് ഒരുപോലെ, ഇടയിൽ കുറച്ച് വഴിയുണ്ട്. അപ്പോൾ ഭഗവാൻ ഒരു കുസൃതി തോന്നില്ലേ പിള്ളേർക്ക്, ഒന്ന് അങ്ങോട്ട് കിടക്കാൻ. അങ്ങോട്ട് ഉണ്ണി ചെറുതല്ലേ, 3 വയസ്സിലെ ഉണ്ണി ചെറുതല്ലേ, മെലിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് കിടന്നു. പക്ഷെ ഒരലിങ്ങനെ വിലങ്ങനെ കിടക്കണ ഒരൽ കിടക്കാൻ പറ്റില്ല. അപ്പം ശക്തമായി വലിച്ചപ്പോൾ എന്തായി, ഈ മരം കടമൊഴുകി വീണു. അങ്ങനെ ആലോചിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ വലിച്ചുകൊണ്ടാണത്, അല്ലേ? സാധാരണ നമ്മുടെ ഉണ്ണികൾ വലിച്ചാൽ ഈ മരങ്ങളൊന്നും കടപുഴകി വീഴൊന്നുമില്ല, അല്ലേ? അവർ കുട്ടികൾ വീഴുള്ളൂ. പക്ഷെ ഇത് കൃഷ്ണ ഭഗവാൻ ആയതുകൊണ്ട് അതിനൊക്കെ ഈ ലീലയ്ക്കൊക്കെ ഒരു കാരണം ഉണ്ടല്ലോ. അങ്ങനെ ശക്തമായി വലിച്ചപ്പോൾ 2 മരങ്ങളും കടപുഴകി വീണു. വീണപ്പോൾ ആരാ വന്നത് ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന്? ആ 2 അഗ്നിശോഭയോട് കൂടിയിട്ട് 2 ഗന്ധർവന്മാർ പുറത്തു വന്നു. അവരുടെ പേരാണ് നളകൂപരൻ, മണിഗ്രീവൻ. ഇവർ 2 പേരും ഭഗവാനെ വലം വെച്ചു, പ്രാണം വെച്ചു, പ്രാർത്ഥിച്ചു, തിരിച്ചുപോയി. ഇത് കുഞ്ഞുങ്ങളൊക്കെ കാണുന്നുണ്ട്, ഇവൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കാണുന്നുണ്ട്, വലിയവരൊന്നും കാണുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ദേവലോകത്തിലെ ട്രഷറർ എന്ന് പറഞ്ഞാൽ എന്താ? ഭണ്ഡാര സൂക്ഷിപ്പുകാരൻ. ദേവലോകത്തിൻ്റെ പണക്കാരൻ ആരാണ്? കുബേരൻ. അതിൽ നമ്മൾ വീട്ടിൽ കുബേരൻ്റെ ചിത്രമൊക്കെ ആൾക്കാർ വെക്കുന്നുണ്ടല്ലേ, അദ്ദേഹത്തിന് വെച്ച പണം ഉണ്ടാവുമെന്ന് വെച്ചിട്ട്. അദ്ദേഹം പണക്കാരനാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കളാണ് ആര്? നളകൂപരനും മണിഗ്രീവനും.
അതിസുന്ദരന്മാരും നല്ല പൈസയും നല്ല സ്ഥാനമുള്ളവരാണ്. പക്ഷെ അവരുടെ ആ സ്വഭാവമാണെങ്കിലോ ആ സ്ഥാനത്തിനനുസരിച്ചുള്ള സ്വഭാവമല്ല അല്ലേ. അവർക്ക് ഈ മദ്യം, സ്ത്രീകളോടും മദ്യത്തിനോടും ഒക്കെ ഒരു സംസ്കാരം ഇല്ലാത്ത പോലെയാണ് അവരുടെ ജീവിതം. അപ്പോൾ ഒരു ദിവസം അവർ സന്ധ്യാസമയത്ത് ഈ ശിവനും പാർവതിക്ക് കുളിക്കണ ആ ദേവലോകത്തിൽ അളകനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള ഗംഗ, ഈ ഗംഗാദേവി ദേവലോകത്തിൽ അറിയപ്പെടുന്ന പേരാണ് അളകനന്ദ, ഭൂമിയിലെ ഗംഗ. ഈ ഗംഗ തന്നെ പാതാളത്തിൽ അറിയപ്പെടുന്ന ഭോഗവതി എന്നാണ്. ഈ ഗംഗയ്ക്ക് 3 പേരുണ്ട്. നമ്മുടെ ഭൂമിയിലാണ് ഗംഗ എന്ന് പേര് അല്ലേ, പാതാളത്തിൽ ഭോഗവതി, കൈലാസത്തിലൊക്കെ ദേവലോകത്ത് അളകനന്ദ. ആ ഗംഗയിൽ സന്ധ്യാസമയത്ത് ഇവരും സ്ത്രീകളും കുറേ അപ്സരസ് സ്ത്രീകളും ഇവർ 2 കുമാരന്മാരും കൂടിയിട്ട് വസ്ത്രമൊന്നുമില്ലാതെ മദ്യപിച്ച് ജലക്രീഡ നടത്തണം, നടീനെയൊക്കെ അടിച്ച് തിമർത്ത്. അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പാലിക്കണം എന്നല്ല നമ്മൾ ഹിന്ദുസ് അതൊക്കെ ചെയ്യാറുള്ള. എന്തുകൊണ്ടാണ്? സന്ധ്യയ്ക്ക് കുളിച്ച് വിളക്ക് വെച്ച് നാമം ജപിക്കണം. സന്ധ്യാസമയത്ത് ശിവപാർവതിമാരും ഭൂതഗണങ്ങളും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന സമയമാണ്. 3 ലോകങ്ങൾ അവർ സഞ്ചരിക്കും. നരതം വരും. അപ്പോൾ എന്തുകൊണ്ടാണ് സന്ധ്യാസമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ഈ സമയത്ത് അവർ വരണ സമയമാണ്. അപ്പോൾ ആരാണോ നാമം ജപിക്കുന്നത് അവിടെ ഐശ്വര്യം ഉണ്ടാവട്ടെ പറഞ്ഞാൽ ശിവനും പാർവതി അനുഗ്രഹിക്കും. ഈ നാമം ജപിക്കാന്നുള്ള സീരിയലൊക്കെ കണ്ട് വഴക്കൊക്കെ കൂടി കുളിക്കാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഭൂതഗണങ്ങളെ കടത്തിവിടും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ തന്നെ വഴക്കുണ്ടാക്കും വീട്ടിൽ. നമ്മുടെ ശരീരത്തിലൊക്കെ വീട്ടിൽ ഭൂതഗണങ്ങൾ കയറല്ലേ. ശിവന്റെ ഭൂതഗണങ്ങൾ കയറിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവിടെ വഴക്കും പ്രശ്നങ്ങളും ആവശ്യമില്ലാത്ത കാര്യത്തിൽ വഴക്കുണ്ടാക്കും വീട്ടിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയില്ലാണ്ടാകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് എല്ലാവർക്കും സംഭവിക്കും. നമ്മൾ വൈഷ്ണവരാണെങ്കിലും നമ്മൾ ആ ഒരു സന്ധിക്ക് വൃത്തിയില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും കയറും. നമ്മുടെ വീട് നമ്മളും അടിയുണ്ടാക്കും. അപ്പോൾ ആൾക്കാർ ശരിക്കും തിലകിട്ടിരുന്നത് ഇവർ അടിയുണ്ടാക്കണം. പക്ഷേ ഇതാണ് സംഭവം. നമ്മൾ വൃത്തിയില്ലാണ്ട് ഇരുന്നുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നദിയിൽ, പുണ്യ നദികളിൽ കുളിക്കുമ്പോൾ വസ്ത്രമില്ലാണ്ട് കുളിക്കാൻ പാടില്ല, നദിയിൽ തുപ്പാൻ പാടില്ല, മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ പുണ്യ നദികളൊക്കെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് മനുഷ്യർക്ക് ഇത്രയും ദോഷങ്ങൾ ഉണ്ടാവാൻ കാരണം അല്ലേ. മനുഷ്യർക്ക് ആയുസില്ല, ആരോഗ്യമില്ല, എല്ലാ പ്രശ്നവും ഉണ്ടാവണം. അവർ ചെയ്യണ മുഴുവൻ തെറ്റാണ്. അപ്പോൾ അത് ഇവർ ചെയ്തു. അപ്പോൾ ആ സമയത്ത് നാരദ മഹർഷി അതിലേ വരികയാണ്. നാരദ മഹർഷി അതിലേ വരുമ്പോണ്ട് ഇവർ ഇങ്ങനെ കുടിച്ച് തിമർത്ത് കളിക്കണു. ഈ സ്ത്രീകൾക്ക് നാരദ മഹർഷി കണ്ടപ്പോൾ നാണം തോന്നിയിട്ട് അവർ വേണ്ട ഡ്രസ്സൊക്കെ ഇട്ട് മാറി. ഒത്തിരി ബോധം ഉണ്ടായിരുന്നു അവർക്ക്. ഇവർക്ക് മദ്യപിച്ച് ലഹരി ഉള്ള കാരണം ബോധമില്ലാണ്ടാകുമ്പോൾ ശരിയായി പ്രവർത്തി ചെയ്യില്ലല്ലോ. അപ്പോൾ നാരദ മഹർഷിനെയൊക്കെ കളിയാക്കി ഇവർ അല്ലേ, മൈൻഡ് ചെയ്യാണ്ട് വസ്ത്രമില്ലാണ്ട് തന്നെ അവിടെ നിന്നു, ഒരു നാണമില്ലാണ്ട്. അപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു ഇവർ ഉയർന്ന ആളുകളാണ് അല്ലേ, ദേവന്റെ മക്കളാണ്. ഇവർ മോശമായി ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്താണ്? അതാണ് പിന്തുടരുക. യദ്യദാചരതി ശ്രേഷ്ഠ അല്ലേ, ശ്രേഷ്ഠന്മാർ എന്താചരിക്കുന്നു അലോകസ്തതന് വർത്തതി, മറ്റുള്ളവർ അത് അതുപോലെ അനുസരിക്കും. നമുക്കത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മോഹൻലാൽ ഒരു വൈറ്റ് ഷർട്ട് ഇട്ടാൽ എല്ലാവരും വൈറ്റ് ഷർട്ട് ഇടും. എന്തിനാ അത് ഇടുന്നത്? ഒരു സിനിമയിൽ മമ്മൂട്ടി ഒരു സ്റ്റൈൽ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ആ സ്റ്റൈലായിരിക്കും ആളുകൾ. എന്തുകൊണ്ടത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ കുറച്ച് പേരും പ്രശസ്തി ഉള്ളതുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ ചെയ്യാനുള്ളൊരു പ്രവണത സാധാരണ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ശ്രേഷ്ഠന്മാർ എന്ത് ചെയ്താലും സാധാരണ ആൾക്കാർ ഇത് ഫോളോ ചെയ്യും. അപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു ഇവർ ശ്രേഷ്ഠ ആത്മാക്കളായിട്ടുള്ള ഈ ദേവന്മാർ ഇങ്ങനെ തെറ്റ് ചെയ്താൽ അല്ലേ, ഇതിൽ ആളുകൾ ഫോളോ ചെയ്യുക. അതുകൊണ്ട് എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ശിക്ഷ കൊടുക്കാം, ശിക്ഷയിലൂടെ ഒരു കരുണ കൊടുക്കാം എന്ന് നാരദ മഹർഷി വിചാരിച്ചു. നാരദ മഹർഷി വിചാരിച്ചു നിങ്ങൾക്ക് വസ്ത്രം ഇടാൻ ഇഷ്ടമില്ലല്ലോ, അപ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ മരങ്ങളായി നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 36,000 ദേവവർഷം മരങ്ങളായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അപ്പോൾ വസ്ത്രങ്ങൾ ഇടാണ്ടായ എന്ത് സംഭവിക്കും? നമ്മൾ മരങ്ങളായി ജനിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇസ്കോൺ പറയണത് നല്ല വസ്ത്രം. ഞാൻ എല്ലാവരോടും പറയണത് പെൺകുട്ടികളായാലും ആൺകുട്ടി ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ, 10 വയസ്സ് വരെ നിങ്ങൾ ചെറിയ കുട്ടികളാണ്, 10 വയസ്സ് കഴിഞ്ഞാൽ തുളസി കുട്ടിയായാലും പറയണത് എല്ലാവരും നല്ല നല്ല ഡ്രസ്സുകൾ ഇടണം, നല്ല നീളത്തിൽ നമ്മുടെ ശരീരം ഫുൾ മറയ്ക്കുന്ന ഡ്രസ്സ്. പിന്നെ വലിയവർ പറയണ്ടല്ലോ, കുഞ്ഞുങ്ങൾ 10 വയസ്സ് മുതൽ ആണുങ്ങളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എന്താണ് ശരീരം മുഴുവൻ മൂടണ വസ്ത്രം ധരിക്കണം. നമ്മുടെ സംസ്കാരം കാണിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കണം. സംസ്കാരം അങ്ങനെ ആയിരിക്കും. നമ്മളങ്ങനെ പഠിക്കണം. നമുക്ക് അഥവാ തെറ്റ് പറ്റിയാലും നമ്മൾ പഠിക്കുക, അതിനെ അങ്ങനെ ചെയ്യാം. വസ്ത്രം ഇല്ലെങ്കിൽ എന്താണ്? അടുത്ത ജന്മം മരങ്ങളായിട്ട് ജനിക്കും, വീണ്ടും വീണ്ടും മരങ്ങൾ. അപ്പോൾ നമ്മൾ സിനിമാ നടികളെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ പുണ്യം കൊണ്ടാണ് അവർക്ക് ഇത്ര സുഖപ്പ് കിട്ടിയത്. മുൻജന്മങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം അവർ വലിയ പൊസിഷനിലൊക്കെ എത്തി, നല്ല പ്രശസ്തി കിട്ടി, പണം കിട്ടി, സൗന്ദര്യം കിട്ടി. പക്ഷേ അത് ദുരുപയോഗം ചെയ്യണ പോലെ അവർ കഴിഞ്ഞ ജന്മത്തെ പുണ്യം ഈ ജന്മത്തോളം അവർ അവസാനിക്കും. ഈ ജന്മം മാക്സിമം അവർ സുഖിക്കും, കാരണം കഴിഞ്ഞ ജന്മം അത്രയും സുഹൃതം ചെയ്തിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് നല്ല പൊസിഷൻസ് കിട്ടുന്നത്. പക്ഷേ ഈ ജന്മം അവരെന്ത് ചെയ്തു? അതിന് മുഴുവൻ മിസ്യൂസ് ചെയ്തു. വസ്ത്രമൊന്നും ഇല്ലാണ്ട് വൃത്തികേടായി നടക്കലും അല്ലേ, വൃത്തികെട്ട കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നെക്സ്റ്റ് ജന്മം എന്ത് സംഭവിക്കും? അവർക്ക് വളരെ ദോഷമായിട്ടുള്ള മരങ്ങളായിട്ടും പല വൃത്തികേടായിട്ടൊക്കെ ജനിക്കും അവർ.
പല രീതിയിൽ ജനിക്കും. അപ്പോൾ ഇതൊക്കെ ഇരുന്ന് കിട്ടുന്ന മെസ്സേജ്, നമുക്കൊരു കഥയിൽ നിന്ന് എത്ര മെസ്സേജാണ് കിട്ടുന്നത്. നമ്മളങ്ങനെ ശീലിക്കണം മനഃപൂർവ്വം. ചുറ്റും വേണ്ടാത്തായിരിക്കും കാണുക, എന്നാലും നമ്മൾ മനഃപൂർവ്വം ഇത് ശീലിക്കുക അല്ലേ. നമ്മൾ നല്ല വസ്ത്രം ധരിച്ചിട്ടും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചിട്ടും നാമം ജപിച്ചിട്ടും മായ നമ്മളെ വേണ്ടാത്തതിലേക്ക് അട്രാക്റ്റ് ചെയ്യും. പക്ഷെ തിരിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്ന് നമ്മുടെ സംസ്കാരം പാലിക്കണം. അപ്പോൾ പാലിച്ചില്ലെങ്കിൽ അടുത്ത ജന്മം നമ്മുടെ മോശമായിട്ട് മാറും. ഈ ജന്മത്തെ നമുക്ക് നോക്കണ്ട, അത് കഴിഞ്ഞതിൻ്റെ ബാലൻസാണ്. ഈ ജന്മം നമ്മൾ എന്ത് അനുഭവിക്കണമെങ്കിലും ആ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടില്ല, അതിനെ നമുക്കിനി മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്ന മുഴുവൻ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മുടെ അക്കൗണ്ടിൽ. അത് നമുക്ക് അടുത്ത ജന്മത്തിലേക്ക് നല്ലത് വരും. അപ്പോൾ ഇങ്ങനെ ശപിച്ചപ്പോൾ, ശാപം കേട്ടപ്പോഴാണ് ഇവർക്ക് വിഷമമായി. ഇവർ പേടിച്ച് കരയാൻ തുടങ്ങി. മഹാമുനി ഞങ്ങൾക്ക് ശാപമോക്ഷം തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നാരദ മഹർഷി പറയും, നിങ്ങൾ 36,000 ദേവവർഷം കഴിയുമ്പോൾ ദ്വാപരയുഗം ആരംഭിക്കും. അപ്പോൾ അവിടെ മുറ്റത്ത് നിങ്ങൾ ചെന്ന് നിൽക്കാൻ പറയും. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗോപരുടെ മകനായിട്ട് അവിടെ അവതരിക്കും. അദ്ദേഹം വന്ന് നിങ്ങളെ സ്പർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും. ഇതുപോലത്തെ ശാപം കിട്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഇവിടുത്തുകാരുമല്ല, ഇങ്ങനെയല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഭഗവാന്റെ അംശമല്ലേ, നമ്മളെങ്ങനെ മോശമാവും? പക്ഷേ നമ്മൾക്ക് ഇതുപോലെ എന്തൊക്കെയോ മിസ്റ്റേക്ക് എവിടെയൊക്കെയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് പല ശരീരവും പല ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? അത് തിരിച്ചു പിടിക്കാൻ, നമ്മുടെ ഒറിജിനൽ പൊസിഷൻ തിരിച്ചു പിടിക്കണ്ടേ? നമ്മുടെ ആത്മീയ സ്ഥാനം അല്ലേ, നമുക്ക് പോലത്തൊരു സ്ഥാനം ഉണ്ട് എല്ലാവർക്കും. അത് തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യണം? ഇവരെ പോലെ നളകൂപരുടെ മണിക്കൂറിൽ നിരന്തരം കൃഷ്ണസ്മരണ. അന്ന് മുതൽ തുടങ്ങി അവർ കൃഷ്ണസ്മരണ. ഇനി കൃഷ്ണ ഇല്ലാണ്ട് അവർക്ക് രക്ഷയില്ല അല്ലേ. അവർ സദാസമയം ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ അല്ലേ, ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരുന്നു. ഈ ജപം കാരണം ജപിച്ച് അവരെന്ത് ചെയ്യും? 36,000 വർഷം ജപിച്ചു. എന്നിട്ടാണ് അവർക്ക് മോക്ഷം കിട്ടിയത്. നമ്മൾ കുറച്ചല്ലേ ആയുള്ളൂ അല്ലേ, നമ്മൾ 5-10 വർഷമായിട്ടുള്ളൂ ജപിക്കാൻ തുടങ്ങി. നമുക്ക് പെട്ടെന്ന് കിട്ടണം, നമ്മൾ ശാഠ്യം പിടിക്കാൻ പാടില്ല അല്ലേ. നമ്മൾ ഒരുപാട് പ്രയത്നിക്കുക. ജപിക്കും തോറും നമ്മുടെ ദോഷങ്ങൾ കുറഞ്ഞ് എന്താവും? നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള ഫിറ്റായി മാറും അല്ലേ. ആ ഗോലോകത്തെ എൻ്റർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു യോഗ്യത നമുക്കുണ്ടാവണം. നമ്മുടെ ആത്മാവിനും സ്വഭാവത്തിനും മനസ്സിനും ഒക്കെ ഒരു യോഗ്യത ഉണ്ട്. ആ യോഗ്യത ഉണ്ടാവണ വരെ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ആ യോഗ്യത ഉണ്ടാവണ വരെ ജപിച്ചുകൊണ്ടിരിക്കണം. വെറുതെ ഇരുന്നുകൊണ്ടൊന്നും യോഗ്യത ഉണ്ടാവില്ലേ. ജപിക്കാൻ തോന്നണ എന്ത് വേണം? സത്സംഗം വേണം. സത്സംഗം അല്ലെങ്കിൽ സുമിമാതാജി 16 വർഷം ഈ സ്കൂളിൽ വന്നിട്ട് 2 ആഴ്ച സത്സംഗം അല്ലെങ്കിൽ ജപമാല എടുക്കാൻ തോന്നില്ല. 2 ആഴ്ച സത്സംഗം അല്ലെങ്കിൽ ജപമാല, ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഈ ക്ലാസ് എടുക്കുന്ന ആളല്ലേ, എത്ര ഭാഗവതം 10 സ്കന്ധം വായിച്ച് അറിയാം. എത്രയോ പ്രാവശ്യം ക്ലാസ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ ഈ സജ്ജനങ്ങളില്ലെങ്കിൽ ഉണ്ടല്ലോ പോയി കാര്യം. സജ്ജനങ്ങൾ ഒരാൾ കിട്ടിയാൽ മതി, അപ്പം ജപിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ മാല എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സത്സംഗം വേണം, പ്രസാദം കഴിക്കണം അല്ലേ, ഡാമുകളിലേക്കൊക്കെ പോകണം. ഇങ്ങനെ നിരന്തരം നമ്മൾ സത്സംഗത്തിലിരിക്കുമ്പോൾ ജപിക്കാനുള്ള ഉണർവ് കിട്ടും. അപ്പോൾ ജപിച്ച് നമ്മൾ പ്യൂരിഫൈ ആകുമ്പോൾ ഈ നളഗോപരനെ പോലെ തന്നെ നമുക്കും തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള സാഹചര്യം കിട്ടും. ആ ലീലയാണ് ഇവിടെ നടന്നത്. അത് കഴിഞ്ഞ് അവർ പോയി. പക്ഷേ ഗോപിമാരൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവർ എന്താ ശബ്ദം കേട്ടുകൊണ്ട് ഓടി, എല്ലാവരും ഓടിയപ്പോൾ എന്താ ഉണ്ണിക്കണ്ണം പാവം അതിൻ്റെ ഉള്ളിൽ കരഞ്ഞ കുറച്ചുകൂടെ അഭിനയിക്കുന്നുണ്ടാവും. ഞാൻ അവിടെ പെട്ടുപോയി എന്നുള്ള പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. നല്ല ആക്ടറാണല്ലോ അല്ലേ, ബെസ്റ്റ് ആക്ടറാണ്. ആരാണ്? കൃഷ്ണ ഭഗവാൻ. അവൻ്റെ മുന്നിൽ ഒരാൾക്കും ആക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നന്ദഗോപുരം അപ്പോഴേക്കും ഓടി വന്ന്, യശോദ ആരത് കെട്ടിയത് ഉണ്ണിനെ? യശോദ കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ യശോദയും കരയാൻ തുടങ്ങി. വിഷമമായി, ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റിയാലോ, നീ ഇങ്ങനെ ചെയ്ത കാരണം അവന് എന്തെങ്കിലും അപകടം പറ്റിയാലോ. ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അവനെടുത്ത്, ദൈവാനുഗ്രഹം കൊണ്ട് കേട്ടോ, അവനാണ് ഈശ്വരൻ. ഇവർ പറയുന്നത് ദൈവാനുഗ്രഹം, നമ്മുടെ എന്തൊക്കെയോ പൂർവ്വജന്മ പുണ്യം കാരണം നമ്മുടെ കുട്ടിക്ക് ഒന്നും പറ്റിയില്ല. അവരുടെ അടുത്ത് അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കാം. അവർ പശുവിൻ്റെ വാലുകൊണ്ട് ഒഴിഞ്ഞു കുട്ടീനെ. ഈ ദൃഷ്ടിദോഷം മാറാൻ, കുട്ടികൾക്ക് ഭൂതപ്രേത പിശാചുകൾ ഉണ്ടാവാതിരിക്കാൻ ഇത്തിരി തിലകമുണ്ടല്ലോ, ഈ 12 സ്ഥലത്ത് തിലകിടുന്നത് ഈ കുഷ്മാണ്ഡങ്ങൾ, ഇതുപോലെ ഗോചരകൾ പറഞ്ഞിട്ട് കുറേ ഈ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഈ കുട്ടികളെ ഉപദ്രവിക്കാനായിട്ട് വരുന്ന രക്ഷസുകൾ, കുട്ടികളെ മാത്രമല്ല മനുഷ്യൻ നമ്മളെയും, നമുക്കും ഈ ദൃഷ്ടിദോഷമൊക്കെ ഉണ്ട്. നല്ലൊരു വഴിക്ക് പോകുമ്പോഴാണ് ദൃഷ്ടിദോഷം കൂടുതലുണ്ടാവുക. ശരിയായ ഭക്തി മാർഗത്തിലേക്ക് കടക്കുമ്പോൾ കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആ പാതയിൽ നിന്ന് മാറ്റാനായിട്ട് ഭൗതികമായ പ്രശ്നങ്ങളുണ്ടാക്കും, ആത്മീയ പ്രശ്നങ്ങളുണ്ടാക്കും, പല തടസ്സങ്ങളുണ്ടാക്കും. എന്തിനാണെന്നറിയോ? നീ മായയിലേക്ക് വരും, നീ അത്ര നല്ല വഴിക്ക് പോകണ്ട, ഞാനേ പോയില്ല, നീയും പോകണ്ട പറഞ്ഞിട്ട് നമ്മളെ തടസ്സപ്പെടുത്താൻ നന്നായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കണ്ടമാല, തിലകം, സത്സംഗം. ഈ സത്സംഗം വേലി പോലെയാണ്. ഈ ഭയങ്കര എല്ലാ സജ്ജനങ്ങളുടെയും പവർ നമുക്ക് കിട്ടുമ്പോൾ നമ്മളെ അവിടെ തടയും. ആ നെഗറ്റീവ് എനർജി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. പശുവിൻ്റെ വാല് കൊണ്ട് ഒഴിയുക, ചാണകവെള്ളം കൊണ്ട് കുളിപ്പിച്ചു ഭഗവാനെ. ചാണകവെള്ളം, പശു ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജീനെ കളയും.
പണ്ട് എല്ലാ വീടുകളിലും ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, ചാണകവും തുളസിയും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ട സാധനങ്ങൾ. പിന്നെ എന്ത് ചെയ്തു അവർ, ഭഗവാൻ ഇങ്ങനെ പേടിച്ച് പോലെ ദൃഷ്ടിദോഷം കളയാൻ വേണ്ടി നമ്മൾ ഈ പൊട്ടിക്കില്ലേ കടുകും പിന്നെ എന്താണ് ഉണക്കമുളകും ഉപ്പൊക്കെ എടുത്തിട്ട് കുട്ടികൾ ഉഴിഞ്ഞു പൊട്ടിക്കില്ലേ, അതുപോലെ ഗോപിമാർ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തിരി അല്ലേ, ആ പണ്ട് ഉത്തമഭക്ത പറഞ്ഞെങ്കിൽ പണ്ട് തിരി എടുത്തിട്ട് ഇങ്ങനെ ആ കുതിര തിരിയിൽ തീ കത്തിച്ചിട്ട് ഇങ്ങനെ ഒഴിഞ്ഞിടുന്ന കുട്ടികളിനൊക്കെ റോഡിലേക്ക് എടുത്തിരുന്നു. അതൊക്കെ ഇവർ ചെയ്ത് തന്നെയാണ് ഇവരെല്ലാവരും ചെയ്തേക്കണേ. ഈ ഗോപിമാരെന്ത് ചെയ്ത് മൺചിരാതുകളിൽ ഈ നെയ്യ് വിളക്കുണ്ട് ഈ ഭഗവാന് ആരതി ഒഴിയാണ്. എന്തിനാ ആരതി ഒഴിയണത്? അവർ പൂജിക്കല്ല, അവർ പേടി മാറാൻ, കൃഷ്ണന്റെ പേടി മാറാനും കണ്ണ് ദൃഷ്ടിദോഷം മാറാനും അല്ലേ അങ്ങനെ ചെയ്ത്. ഭഗവാൻ ഭയങ്കര സന്തോഷമാണ്. എന്താണ് അല്ലേ, എന്തൊരു പ്രേമം എൻ്റെ ഗോപിമാർക്ക് എന്നോട്. ഭഗവാൻ അറിയാലോ അവൻ ഈശ്വരനാണ്, എനിക്കൊന്നും പറ്റില്ല എന്ന്. പക്ഷെ ഇവറ്റകളുടെ പ്രേമം കണ്ടപ്പോൾ ഭഗവാൻ ഭയങ്കര പ്രസന്നനായി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ, സകലതും ഉണ്ടാവട്ടെ, നിങ്ങൾ അവസാനം എൻ്റെ അടുത്ത് ബോലോകത്തിന് എൻ്റെ കൂടെ വന്നോട്ടെ എന്നിട്ട് അനുഗ്രഹിക്കും ഭഗവാൻ. അപ്പം നമുക്ക് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഒക്കെ ഭഗവാൻ അനുഗ്രഹിക്കും. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ആ നേട്ടങ്ങൾ കണ്ടു എന്ന് വരില്ല അല്ലേ, നന്മ പതുക്കെ പുറത്തേക്ക് വരുള്ളൂ. തിന്മകളാണ് നമുക്ക് ആദ്യം കാണാൻ പറ്റും അല്ലേ, അങ്ങനെയല്ലേ. ഒരു തിന്മ നടക്കണം ഫസ്റ്റ് പുറത്തേക്ക് വരും, പക്ഷെ ഒരു നന്മ ഉണ്ടാവാൻ നമുക്ക് പതുക്കെ നന്മ പുറത്തേക്ക് വരുള്ളൂ. അതുപോലെ നമുക്കുണ്ടാവുന്ന നേട്ടങ്ങൾ പതുക്കെ പുറത്തേക്ക് വരുള്ളൂ. ഫസ്റ്റ് ഒന്ന് നമ്മൾ വിചാരിക്കും എന്താ എല്ലാ പ്രാവശ്യം ആരും ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, വെയിറ്റ് ചെയ്യുക. ഭഗവാൻ എല്ലാ നന്മകളും പര സുഖം തരും. ഇഹലോകത്തിലും ഭക്തർക്ക് സുഖമായിരിക്കും, പരലോകത്തിലും സുഖം. പരലോകം പറഞ്ഞാൽ നമ്മൾ ഭഗവാന്റെ ലോകത്തേക്ക് തന്നെ പോകും. അഥവാ പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഭഗവാന്റെ മഹാഭക്തന്മാരുടെ വീട്ടിൽ ജനിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, വൃന്ദാവനം പോലുള്ള പുണ്യധാമങ്ങളിൽ ജനിക്കും. എവിടെ എന്താ സംഭവിച്ചാലും ഭക്തർക്ക് ലാഭം മാത്രമേ. ഇത്രയും ഭാഗ്യമുള്ള ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ. നമുക്ക് കൃഷ്ണ ഭക്തർക്ക് എന്തെങ്കിലും വിഷമമെന്ന് വിളിക്കുക ഒരാളുണ്ടല്ലോ, കൃഷ്ണ എന്നല്ലേ, സങ്കടം ഒന്ന് കൃഷ്ണ എന്ന് വിളിക്കല്ലേ. നിരീശ്വരവാദമൊക്കെ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയാൽ നമ്മൾ എന്ത് ചെയ്യും? കൃഷ്ണനെ വിളിക്കാൻ അറിയൂല, അതൊന്നും വിശ്വാസമില്ല അല്ലേ. എന്നാൽ വിഷമം ഉണ്ടോ ഇവർ? എല്ലാവർക്കും ബുദ്ധിമുട്ട് ഒരുപോലെയാണ് അല്ലേ, പക്ഷെ വിളിക്കാൻ ആരുമില്ല. എവിടെ ചെന്നാലും ഒരു ഗതി ഇല്ലാണ്ട് വരുമ്പോൾ ഇവരുടെ മനസ്സിലാണെങ്കിൽ ബുദ്ധി ഇല്ലാത്ത കാരണം ഭഗവാന്റെ അടുത്ത് വരില്ല. അപ്പോൾ ഇവർ ആരെ സംരക്ഷിക്കുക അല്ലേ? ഒരു സമാധാനം എവിടെ നിന്ന് കിട്ടുക? നിരീശ്വരവാദം ഉള്ളവർക്കും അങ്ങനെ ഭഗവാനെ വിശ്വാസമില്ലാത്തവരൊക്കെ പോകുമ്പോൾ അവർക്ക് ആരെ സമാധാനം കൊടുക്കുക? ആലോചിച്ച് നോക്ക് അല്ലേ. നമ്മുടെ ഭാഗ്യം നോക്ക്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു വിശ്വാസം നമുക്ക് ഭഗവാൻ തന്നല്ലോ. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാനുള്ള ഒരു വിശ്വാസം, കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോൾ എന്തൊരു സുഖം, മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സുഖം അല്ലേ. എന്ത് വേദനയിലും ഒരു സുഖം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. മറ്റവരെ കുറിച്ച് കരുണ നമുക്ക് തോന്നും. എന്തൊരു ഭാഗ്യമില്ലേ അവർക്ക് അല്ലേ. അവർക്ക് വിഷമം വരുമ്പോൾ ആരെ വിളിക്കുക? ഈ നേതാക്കന്മാരെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എത്ര തന്നെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. യഥാർത്ഥ ഒരു പ്രശ്നം വരുമ്പോൾ, നല്ലൊരു വേദന ശരീരത്തിന് വരുമ്പോൾ, ശരിയായൊരു പ്രശ്നം വരുമ്പോൾ ഒരാൾക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല.
അപ്പം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കൃഷ്ണ കൃഷ്ണ എന്നിങ്ങനെ ഹൃദയം തൊട്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു ആശ്വാസം ഉള്ളെന്ന് വരും. ആ ആശ്വാസം ഭക്തന്മാർക്ക് മാത്രമേ ഭാഗ്യമുള്ളൂ അത് കിട്ടാൻ, അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണെന്ന് ഭാഗ്യമില്ലാത്തവരെ മനസ്സിലാക്കുമ്പോൾ, ഈ ഭാഗ്യമില്ലാത്തവർക്ക് ഭാഗ്യം കൊടുക്കാനാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ച് നമ്മളിലൂടെ, അല്ലേ? ഭഗവാൻ നമ്മളെയാണ് ഇനി ഏൽപ്പിച്ചേക്കുന്നത്, അല്ലേ? എന്താണ് ഓരോ ആൾക്കാരെ കാണുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുക, ഈ ദാമോദരാരതി ചെയ്യാൻ പറയാം, നാമം ജപിക്കൂ, വേറെ എന്തോ അവർ ചെയ്തോട്ടെ, എന്ത് വൃത്തിയുടെ അവർ ചെയ്തോട്ടെ, നമ്മളത് അന്വേഷിക്കേണ്ട. നമ്മൾ വേണ്ട ഒന്നും പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ നാമം ജപിക്കുക നല്ലതാണ് പറയുക, ഒരു പ്രാവശ്യമെങ്കിലും അവർ ജപിച്ചോട്ടെ. ഇത് ആരാണോ എല്ലാവരുടെയും പരത്തന, അവരെ ഭഗവാൻ ഇഷ്ടം. ഓരോ പതിത ആത്മാക്കളെയും നിരീശ്വരവാദികളെയും ഒരു ഭഗവാനൊരു അടുപ്പില്ലാത്തവരെയും സ്വന്തം അച്ഛനാണ് ഭഗവാൻ. പക്ഷെ വേദനയുണ്ട് അവർ അകന്നു പോകുമ്പോൾ, നമുക്ക് വേദന തോന്നില്ല, കാരണം വെച്ചാൽ നമ്മുടെ സഹോദരങ്ങളാണ് അവനുള്ളൂ. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല, ഭഗവാൻ സ്വന്തം മക്കളാണ് ഈ അകന്ന് നിൽക്കുന്നത്. ഭഗവാന് ഭയങ്കര വിഷമം അവർ അകന്ന് നിൽക്കുമ്പോൾ. എങ്ങനെയെങ്കിലും അവരെ കൊണ്ടുവന്ന് ഭഗവാന്റെ അടുത്തേക്ക് ആക്കുമ്പോൾ ആ ആക്കണ വ്യക്തിയെ ഭഗവാൻ അത്ര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഒരാളോടെങ്കിൽ ഒരാളോട് നമ്മൾ ഭഗവാനെ കുറിച്ച് പറഞ്ഞ് നാമം ജപിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാന് ഭയങ്കര ഇഷ്ടമാവും. നമ്മുടെ അമ്മയ്ക്ക് അമ്മയിൽ നിന്ന് അച്ഛനിൽ നിന്ന് അകന്നു പോയൊരു കുട്ടീനെ ആരാണോ തിരിച്ചു കൊണ്ടുവരുന്നത് അവരെല്ലാം ഇഷ്ടമാവുക, അല്ലേ? അച്ഛനും അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടാണ് തിരിച്ച് പല രാജ്യത്ത് പോയി അവൻ കഷ്ടപ്പെടുകയാണ്. അമ്മയോടും അച്ഛനോടും തെറ്റിയത് നമ്മൾ കഷ്ടപ്പെടുള്ളൂ, അത് ഉറപ്പാണ്. അത് അമ്മയ്ക്കും അറിയാം അച്ഛനും അറിയാം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ, അല്ലേ? പക്ഷെ ഇവനാണെങ്കിൽ വാശി കാരണം തിരിച്ചു വരുന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഇവനെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ തിരിച്ച് അച്ഛനമ്മടുത്ത് കൊണ്ടുവരുമ്പോൾ ആ അച്ഛനമ്മയ്ക്ക് ഈ ഫ്രണ്ടിനോട് എത്ര ഇഷ്ടമായിരിക്കും. അതുപോലൊരു ഫ്രണ്ടാണ് നമ്മൾ, അല്ലേ? മറ്റ് ജീവാത്മാക്കളുടെ ഫ്രണ്ടാണ്. എങ്ങനെയെങ്കിലും അവരെ, അല്ലേ, തിരിച്ച് ഭഗവാനോട് അടുക്കുമോ, നാമം ജപിക്കുക, വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ജപിക്കുമോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണ്? ഈ കാര്യം. ബാക്കിയെല്ലാം തന്നെ വന്നോളും. കൃഷ്ണഭക്തർക്ക് ഒരു കൃഷ്ണഭക്തരായിക്കഴിഞ്ഞാൽ, ദൃഢനിശ്ചയം ആയിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം നേരിടാനുള്ള ശക്തി കൃഷ്ണനിൽ നിന്ന് തന്നെ ഒഴുകി വരും. അവരുടെ ഭൗതിക പ്രശ്നവും അവരുമായി കൃഷ്ണൻ തമ്മിൽ ആയിക്കഴിഞ്ഞു, നമുക്ക് അധികം ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. പറ്റുന്ന ചെറിയ ചെറിയ ഹെൽപ്പേ ചെയ്യണ്ടോ, വലിയ ഹെൽപ്പ് ഭഗവാൻ ചെയ്തോളും, അല്ലേ? ഭഗവാനല്ലേ ചെയ്യാൻ പറ്റുള്ളൂ വലിയ ഹെൽപ്പ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഭഗവാനോട് അടുപ്പിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഒരു ജീവിക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമാണെന്ത്? ഭഗവാനോട്. അവൻ ഭഗവാനോട് സറണ്ടർ ചെയ്യുന്ന രീതി അനുസരിച്ച് ഭഗവാൻ അവനെ ഹെൽപ്പ് ചെയ്യും. വളരെയധികം പൂർണ്ണമായി സറണ്ടർ ചെയ്താൽ പൂർണ്ണമായി ഭഗവാനെ തന്നെ അവന് കൊടുത്തോളും. അത് അവർ തമ്മിലാണ് പിന്നെ കാര്യങ്ങൾ നടക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആരതി ഈ മാസം നമുക്ക് പ്രചരിപ്പിക്കാൻ നല്ല മാസം, അല്ലേ? എവിടേക്കാണോ ആരതിക്ക് നമുക്ക് ചാൻസ് കിട്ടുന്നത് ഇല്ലാത്തവിടെയൊക്കെ ചെന്ന് പറഞ്ഞു കൊടുത്ത് എല്ലാവരുടെയും പ്രചരിപ്പിക്കാൻ പറ്റി ഇത് പ്രചരിപ്പിക്കാം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമാണ് നാമം പ്രചരിപ്പിക്കുന്നവർ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചൈതന്യ മിഷനോട് ഭഗവാൻ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഭുപാദിനോട് ഭഗവാൻ എന്താ ഇഷ്ടം? പ്രഭുപാദ് ഈ ലോകത്തിന് ഈ നന്മ പ്രദാനം ചെയ്ത് കൊണ്ടാണ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ ഭഗവാൻ, അദ്ദേഹത്തിൻ്റെ ബുക്ക് തൊട്ടാ ഭക്തിയാ. എത്ര ഭഗവത്ഗീത ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ പ്രഭുപാദരുടെ ബുക്ക് ഈ ലോകത്തിന് മുഴുവൻ മാറ്റി. കോടിക്കണക്കിന് ഭക്തരാണ്, ജാതി മതമൊന്നുമില്ല, മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, എല്ലാത്തരം ആളുകളും തിലകമിട്ട് നാമം ജപിച്ച് വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ, നമ്മൾ ഇസ്കോൺ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാം, ഇസ്കോൺ വൃന്ദാവനത്തിൽ വിദേശികൾ ഡാൻസ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് കൊതിയോ എന്തൊരു ഭംഗി. നമ്മുടെ ആൾക്കാർ എന്തത് സ്വീകരിക്കാത്തത് നമുക്ക് തോന്നും. അവരൊക്കെ ഭാഗ്യവാന്മാരവർ സ്വീകരിച്ച് വൃന്ദാവനത്തിൽ സ്ഥലവും വാങ്ങിച്ച് അവരവിടെ താമസിക്കുക. നമുക്ക് നമ്മുടെ സംസ്കാരത്തിന് ഉൾക്കൊള്ളാൻ പറ്റണില്ല. നമ്മൾ വിദേശ സംസ്കാരത്തിൻ്റെ പിന്നാലെ ക്രോപ്പ് മുടിയടിച്ച് ഇങ്ങനത്തെ ബർമയുടെയൊക്കെ ഇട്ട് നടക്കാനാണ് നമുക്കിഷ്ടം. തുളസിക്കുട്ടി അടക്കം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറയണം, ഞാൻ പറ്റില്ല പറഞ്ഞു. അതായത് അല്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആൾക്കാർക്ക് മറ്റൊരാളെ അനുകരിക്കാനാണ് ഇഷ്ടം. അവരെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ വേണ്ടാത്തൊക്കെ കളഞ്ഞിട്ട് നമ്മുടെ സാരിയൊക്കെ ഇട്ട്, അല്ലേ, തിലകമിട്ട് എന്ത് ഭംഗിയിൽ അവർ പൊതുവേ നല്ല ഭംഗിയുള്ളവരല്ല അവർ ഈ സാരിയൊക്കെ ഇട്ട് തിലകമൊക്കെ ഇട്ട് കണ്ടമാലയൊക്കെ ഇട്ട് നടക്കണ കാണുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. നമ്മുടെ സംസ്കാരമാണത്. നമ്മുടെ ഭാരതത്തിലുള്ള നമ്മുടെ ഒറിജിനൽ സംസ്കാരം നമ്മൾ സ്വീകരിക്കാണ്ട് നമ്മൾ അവരുടെ സംസ്കാരമാണ് എടുക്കുന്നത്. ആരെയും കുറ്റം പറയില്ല, നമ്മളെല്ലാവരും അങ്ങനെ പെട്ടുപോയതാണ്. നമ്മൾ തിരിച്ചെന്ത് ചെയ്യണം? നല്ല വൃത്തിയിലുള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട് തിലകൊക്കെ ഇട്ട് കണ്ടിമാലയൊക്കെ ഇട്ട് വന്നാൽ ഇതൊക്കെ ഇത് തന്നെ മതി ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ. നമ്മളെ ഒരു ഭംഗിയിലാണ് നമ്മളെ എല്ലാവരും നോക്കുന്നുണ്ട്. എന്താണെന്നറിയോ? സൗന്ദര്യം കണ്ടിട്ടല്ല, ഈ തിലകം കണ്ടമാലം കണ്ടിട്ട് നോക്കണം. ഭഗവാന്റെ തിലകം ധരിച്ച് വരുന്നോണ്ടും എല്ലാവരും ഒരു നോട്ടം കിട്ടാനുള്ള ഈ വക വേഷമൊക്കെ കിട്ടണേ. ആളുകൾ നോക്കാനാണല്ലോ ഓർമ്മയോടെയൊക്കെ ഇട്ട് നടക്കണേ, അല്ലേ? എന്തിനാ നമ്മളിങ്ങനെ വൃത്തിയായിട്ട് വേഷമൊക്കെ ഇട്ട് നടക്കണം? കുറച്ച് ആൺകുട്ടികളോ പെൺകുട്ടികളോ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ആവശ്യം അതാണ്, അല്ലേ? തിലകോട്ട് കണ്ടിമാലിട്ട് നടന്നു നോക്കും, എല്ലാവരും നോക്കും. ബസ്സിലുള്ള എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ എനിക്ക് ചമ്മലായി. അവിടെ ഗുരുവായൂർ പോകുമ്പോൾ ഫ്രണ്ടിലെ സീറ്റും കിട്ടി ജപന്മാർ
ബസ്സിലുള്ള കംപ്ലീറ്റ് പേര് നമ്മളത് നോക്കിക്കൊണ്ടിരിക്കുക. ഈ തിലകം കണ്ടോണ്ടെങ്കിൽ നോക്കുക, എന്താ ഇപ്പോൾ ഒരു പ്രത്യേക സ്ത്രീയുള്ളത്, എന്ത് തിലകവും ഒരു മാല, ഒരു കയ്യിൽ ഒരു 30 സഞ്ചി ഉണ്ടല്ലോ എന്നിട്ട് നോക്കണത്. ആളുകളെ അട്രാക്ഷൻ കിട്ടാനാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ ആളുകൾ മുഴുവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയെങ്കിലും നമ്മൾ തിലകം, കണ്ടിമാലം, ജപമാലയൊക്കെ ഇട്ട് ജപിക്ക് നടക്കാം. അങ്ങോട്ട് റോട്ടിൽ മുഴുവൻ നടക്കുക. ആൾക്കാർ നോക്കട്ടെ, പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ട്. പക്ഷെ പരിഹസിച്ചവരൊക്കെ അവസാനം നല്ല ഭക്തരായിട്ട് മാറും. പ്രഭുപാദ് പറയുന്നത് പരിഹസിച്ചെങ്കിലും കൃഷ്ണ കൃഷ്ണ പറഞ്ഞോട്ടെ, പരിഹസിച്ചെങ്കിലും നിങ്ങളുടെ തിലകത്തിലൊന്ന് നോക്കിക്കോട്ടെ, അവർക്ക് മുഴുവൻ ബെനിഫിറ്റ് ആണെന്ന് പറയണത്. ചൈതന്യ മിഷൻ കാരുണ്യാണ്. നമ്മുടെ നെഗറ്റീവ് ഒന്നും ചൈതന്യം നോക്കണില്ല. ഒരു മാല ജപിക്കണ്ട, ആരെങ്കിലും ഒന്ന് കൃഷ്ണ വിളിക്കണ്ടോ, നമ്മൾ വൃത്തിയായിട്ട് ചെയ്തൊക്കെ മായ്ച്ചു കളയാണ് ഈ കൃഷ്ണ വിളിക്കുന്ന ആളിനെ. അതാണ് ചൈതന്യ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ. അപ്പോൾ ഇത് നമ്മൾ ഈ അവസരം എല്ലാവരും നന്നായി ഉപയോഗിക്കും, ഈ മാസത്തിൻ്റെ അവസരം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളൊക്കെ ഉള്ള കാരണം ഞാൻ ജപിക്കുന്നു കേട്ടോ. അല്ല, ഇങ്ങനെ നമ്മൾ കാര്യമായിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് നല്ല ചെയ്യുമ്പോൾ നമുക്കും ഉത്സാഹമാണ്, കുറച്ചുകൂടെ മാല ജപിക്കണം അല്ലേ. അടുത്ത ക്ലാസ് നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ കുറച്ചുകൂടെ പ്യൂരിഫൈ ആവണം നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മാല ജപിക്കും അല്ലേ. പരസ്പരം നന്നാവുക എന്ന് പറയില്ലേ, ഭക്തന്മാർ ഒന്നിച്ചു കൂടി പരസ്പരം നന്നാവുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അങ്ങനെ ആരതി ചെയ്യാം അല്ലേ.